രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലോട്ടേക്ക് കയറിയിരിക്കുന്നത്. ഇപ്പം സമയം കൃത്യം 6 മണിയാണ്. 6 മണി മുതൽ 10 മണി വരെ അതാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് കിച്ചണിലേക്ക് ഡ്യൂട്ടി ടൈം സെറ്റ് ചെയ്തിരിക്കുക. അതിനുള്ളിൽ ഞങ്ങളുടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ റെഡി ആവണം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്നല്ലേ, ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു സങ്കടകരമായ ദിവസം തന്നെയാണ്. പക്ഷേങ്കിൽ ഞങ്ങളെ കൈറ ബേബിയെ സംബന്ധിച്ച് നല്ലൊരു സന്തോഷമായ ദിവസമാണ് കേട്ടോ. കൈറ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോവാണ്, അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. സോ അവളുടെ കൂട്ടലാണ് കേട്ടോ, അനിയത്തിയുടെ കൂട്ടലാണ് ഇന്നത്തെ ഫംഗ്ഷൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കൊഞ്ചൻ ബിരിയാണിയും അതുപോലെ തന്നെ സാദാ സദ്യയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. വെള്ളാപ്പവും കറിയായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് 2 വെള്ളാപ്പവും അതുപോലെ തന്നെ എനിക്ക് പഴം നിർബന്ധമാണ് കേട്ടോ. സോ അതും എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ്. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒത്തുകൂടുകയെന്ന് അറിയില്ല. കാരണം അനിയത്തിയുടെ വീട്ടിലേക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കും പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ഒരുമിച്ച് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ഷടപടയെന്നുള്ള നമ്മുടെ ബിരിയാണീൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കൊഞ്ചനും കാര്യങ്ങളും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കും. അതായിരുന്നു കേട്ടോ അടുത്ത പണി. ഞാനും അമ്മയും ഇന്ന് എന്തായാലും ഷെയർ ചെയ്ത് ഡ്യൂട്ടി ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ കൊഞ്ചൻ്റെ മസാല ഞാനാണ് ഉണ്ടാക്കുന്നത്, അമ്മ റൈസ് ഉണ്ടാക്കും. അതുപോലെ ചോറ് ഉപ്പേരി അമ്മ ഉണ്ടാക്കും, അതിനുള്ള കറി ഞാൻ ഉണ്ടാക്കും. അങ്ങനെ നമ്മളങ്ങ് ഷിഫ്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിപ്പോൾ അധിക നേരം ഇങ്ങനെ കിച്ചണിൽ നിൽക്കുന്ന ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് 2 അടുപ്പിൽ ഞാൻ കൊഞ്ചം ഫ്രൈ അങ്ങ് കയറ്റി. അപ്പോൾ അതവിടെ നിന്ന് ആവുമ്പോഴേക്കും ബാക്കി പരിപാടി നോക്കാം. അപ്പോഴേക്കും നമ്മുടെ കൈറ മോളിതാ കുളിച്ച് റെഡിയായി കുട്ടപ്പിയായിട്ട് ഇതാ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. അവളുടെ എന്നുള്ള സ്ഥാനം ഈ കിച്ചണിൽ തന്നെയാണ്. അവൾ ഞങ്ങൾ പണിയൊക്കെ എടുക്കുമ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഉണ്ടാവാറ്. ചടപടയെന്നായിരുന്നു, ഫുഡും കാര്യങ്ങളും ഒക്കെ സെറ്റായി. അപ്പോൾ ഇനി നമ്മുടെ ചടങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. ഇനി ഞാൻ ഞങ്ങളുടെ ചടങ്ങ് പറഞ്ഞു തരാം. വാവയും അമ്മയും കൂട്ടാനായിട്ട് വാവയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് 2 പേരാണ് കേട്ടോ വരിക. അതുപോലെ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ 2 പേരായിരിക്കും അങ്ങോട്ട് അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോവുക. അങ്ങനെ മാമിയാണ് വന്നിരിക്കുന്നത്. അരിയൊക്കെ നുറുക്കിയതിന് ശേഷം അമ്മയുടെ കയ്യിൽ നിന്ന് വാവയെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞാനും അമ്മയാണ് കേട്ടോ ഇവിടുന്ന് അവളെ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നത്. നല്ല ചുട്ടുപഴുത്ത വെയിലായിരുന്നു, അതുകൊണ്ട് കുടയൊക്കെ ചൂടി ഞങ്ങളിതാ പോവാണ്. ഒരു ചെറിയ ഇടവഴി നടന്നിട്ട് വേണം ഞാൻ റോഡിലെത്താൻ. അവിടെ വണ്ടിയായിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് ദൂരമാണ് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അവരെ ഞങ്ങൾ കാറിൽ കയറ്റി ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ എല്ലാവരും ഞങ്ങൾക്കായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ കുട്ടിയുടെ അമ്മമ്മ ഇതാ അരിയൊക്കെ നുറുക്കി ഞങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വാവയെ കൈമാറുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ കൈറ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. വിട്ടിറങ്ങിയതും ഇവിടെ എത്തിയതും ഒന്നും അവൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ കൈറക്കുട്ടിയെ കാണാനായി ഒരുപാട് പേരുണ്ടായിരുന്നു. ഏകദേശം 3 മാസത്തോളം ഇതുവരെ കാണാതെ കണ്ണിലൊഴിച്ച് കാത്തിരുന്ന 2 പേരാണ് കേട്ടോ. 2 മുത്തശ്ശിമാരാണ് അവിടെ ഉള്ളത്. 2 പേർക്കും വാവയെ കണ്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി കേട്ടോ. മോൾക്ക് എന്താണെന്ന് അറിയില്ല, നമ്മൾ കയ്യിലെടുത്ത് തുറക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല. ഊഞ്ഞാലാണ് അവളുടെ മെയിൻ. ഞങ്ങളുടെ വീട്ടിൽ വെച്ചും ഊഞ്ഞാലിൽ തന്നെയായിരുന്നു അവൾ ആടി ഉറങ്ങാറ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവർ ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ടാണല്ലോ എത്തിയത്. അപ്പോൾ എത്തിയ ഉടൻ തന്നെ നമുക്കൊരു ഫ്രൂട്ട് സലാഡാണ് തന്നിരിക്കുന്നത്. എൻ്റെ അനിയത്തിയോട് വാവിയെ എടുത്ത് മുകളിലേക്ക് വരാൻ വേണ്ടി എല്ലാവരും നിർബന്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവർക്കായി എന്തോ ഒരു സർപ്രൈസോ കാര്യമോ മുകളിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഉറങ്ങുന്ന വാവിയെ എടുത്ത് അവൾ ഇതാ മുകളിലേക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, റൂമും കാര്യങ്ങളും ഒക്കെ കയറക്കായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ബെഡും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി തോന്നിയത് അവരുടെ നെയിമിംഗ് സെറിമണിക്ക് എടുത്ത 2 ഫോട്ടോസ്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ 2 ഫോട്ടോസും അവർ ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ അനിയത്തിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയ ഗിഫ്റ്റ്. ആയിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് വരുന്നതല്ലേ, അങ്ങനെ ആദ്യം തന്നെ വാവ തന്നെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം അവർ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം വാവയെ ബെഡിലേക്ക് കിടത്തിട്ടോ. എന്ത് കളിച്ചിട്ടാണ്. കൈറ നല്ല ഉറക്കമായിരുന്നു, ഒന്നും അറിയുന്നുണ്ടാവില്ല. മുഖവും കവർ ചെയ്ത് എപ്പോഴും ഉറങ്ങുന്നത് പോലെ അവൾ ഉറങ്ങിട്ടോ. ഈ ഒരു സമയം കൊണ്ട് അവർ നമുക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തു. ഹെവി ആയിട്ട് ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് ഒട്ടും വിശപ്പില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഒരുപാട് ഐറ്റംസ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നെയ്പ്പത്തിരിയും ബാക്കി എല്ലാ കറികളും എടുത്ത് ഞാനൊന്ന് ജസ്റ്റ് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്ന് നോക്കി.
ഈ ഒരു ചിക്കൻ കുറുമക്കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും അനിത്യയും റേയും ഇതാ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. റേയും ഇതാ സാൻഡ്വിച്ച് പോലെ ബ്രെഡും അതുപോലെ ആ കറിയും വെച്ച് എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവനൊന്നും കഴിക്കുന്നൊന്നുമില്ല, ഒരേ ഇരിപ്പാണ് കേട്ടോ. ഓൾറെഡി വയറ് നിറച്ച് ഫുഡും കഴിച്ചാണല്ലോ വന്നിരിക്കുന്നത്, പക്ഷെ കഴിക്കാതിരിക്കാനും വയ്യ. അങ്ങനെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിത് ഇറങ്ങാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഒരുപാട് ആളുകൾ അവളെ സ്നേഹിക്കാൻ അവിടെ ചുറ്റിലും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ഇടയ്ക്കൊക്കെ മാത്രമേ ഞങ്ങൾക്ക് അവളെ കാണാൻ പറ്റൂ എന്നൊരു ചെറിയ സങ്കടം മാത്രം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.